ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി സവോളയും മുട്ടയും വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 2 കോഴിമുട്ട, 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. ഒരു 5 വെള്ളുള്ളി നീളത്തിലരിഞ്ഞത്, നൈസായിട്ട് അരിഞ്ഞതും, ഒരു അര തക്കാളി അത്രയും മതിയാവും. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതേമാതിരി നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ സവോള കട്ട് ചെയ്ത് വരാം. അപ്പോൾ നമ്മൾക്ക് വളരെ നൈസായിട്ട് തന്നെ ഈ സവോള കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പെട്ടെന്ന് ആവും. ഒരു 5 മിനിറ്റ് മതി. നമ്മൾക്ക് കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മതി. ഇതേപോലെ നമ്മൾക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സവാള രണ്ടും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ആ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ പച്ചമുളകും വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങനത്തെ വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ സവാള ഒരുവിധം ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് വഴറ്റി കൊടുക്കാം 1 മിനിറ്റ്. എന്നതിന് ശേഷം ആ തക്കാളി അതേപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് തക്കാളി ഒരുപാട് അങ്ങോട്ട് ചേർക്കരുത്. അപ്പോൾ അത് വെള്ളം ഊറിക്കിടക്കും. തക്കാളി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയം ആകുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല. ഈ 4 പൊടികൾ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് എരിവിന് മുളക് പൊടി ആയിട്ടുണ്ട്. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആ പൊടികളും സവോളയും തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. എന്നിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുവിധം ഒന്ന് വെള്ളം വറ്റിയതിന് ശേഷം ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇതേപോലെ നടുഭാഗം അങ്ങനെ ആക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ കോഴിമുട്ട നമുക്ക് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട. ഒരുവിധം ഒരു അല്പം ഈർപ്പമായിട്ട് ഒരു നനവൊക്കെ ഇരുന്നോട്ടെ. അപ്പോഴാണ് നമ്മൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ കോഴിമുട്ടയും സവോളയും ചെയ്യാത്തവരെന്തായാലും ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റായി, നല്ല എരിവായി. അപ്പോൾ നമ്മൾക്കത് വീട്ടമ്മമാർക്കൊക്കെയാണ് ഇത് വളരെ ഉപകാരപ്രദമാവുക. കാരണം പെട്ടെന്ന് കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒഴിച്ചു കറിൻ്റെ ആവശ്യമൊന്നുമില്ല, സൈഡ് കറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഐറ്റം തന്നെ മതിയാവും. കണ്ടില്ലേ, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ. ഇനി അതിലേക്ക് അവസാനമായിട്ട് നമ്മൾക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായി. അപ്പോൾ നല്ലൊരു മണമായി. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഈ ചെയ്ത മാതിരി ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മുട്ട വറവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. ഞാൻ പറഞ്ഞ ഒരു ഒഴിച്ചു കറിയോ സൈഡ് കറിയോ ഒന്നും വേണ്ട. ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറുണ്ണാൻ പറ്റും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്